അപ്പം നമ്മളിങ്ങനെ മാനാഞ്ചിറ ഭാഗത്തേക്ക് വീഡിയോ എടുക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു കാറ് ഡ്രെയിനേജിൻ്റെ സ്ലാബ് വാർക്കാത്തതുകൊണ്ട് ആ ഒരു ലേഡി ഡ്രൈവറായിരുന്നു, അവരത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ്. നമ്മുടെ കോഴിക്കോടല്ലേ, അതുകൊണ്ട് തന്നെ അതിനൊന്നൊരു പഞ്ഞുണ്ടാവില്ല. സിമ്പിളായിട്ട് അവരതാ പൊക്കി കൊടുത്തു. ആണ്ട 100 രൂപ താഴത്തെ ടിക്കറ്റ്, മുകളിലെ ടിക്കറ്റ് 200 രൂപ. ടൗണുകളൊക്കെ ഒന്ന് ചുറ്റി എങ്ങനെ കാണാൻ. ഞാൻ കാര്യമായിട്ട് വന്ന് നോക്കിയത് നമ്മുടെ 2 വേ ഓപ്പൺ ആയിരിക്കുന്നത്, അതായത് മാനാഞ്ചിറ ഭാഗത്തു നിന്ന് മലാപ്പറമ്പിലേക്ക് ഈ റോഡ്. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ നമ്മുടെ മലാപ്പറമ്പ് മാനാഞ്ചിറ റോഡിൻ്റെ വിശേഷങ്ങളാട്ടോ. ഉദ്ഘാടനം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡൊക്കെ ഏകദേശം ടാറിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉദ്ഘാടനം കഴിച്ചതാണ്. അപ്പം ഇതിൻ്റെ ബാക്കി വർക്കുകളൊക്കെ ഇനിയും കിടക്കുന്നുണ്ട്. എത്രത്തോളം വർക്കുകളുണ്ട്, എന്തൊക്കെ ആയി നമുക്ക് നോക്കാട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാനുള്ളത് മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ അവിടെ തന്നെ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ഇവിടെ എന്തായി വർക്ക് നോക്കാം. ഇവിടെ 2 ഭാഗത്തും 4 വരി പാതയുടെ ഉഷാറായിട്ട് വർക്ക് ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സെൻട്രൽ ഭാഗത്ത് ഡിവൈഡർ വാർത്തു, അതിൽ മണ്ണൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡ്രെയിനേജിൻ്റെ വർക്ക് സൈഡിലുള്ള കുറേ ഭാഗത്തൊക്കെ സ്ലാബ് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഭാഗങ്ങളിൽ സ്ലാബ് ഒന്നും ഇട്ടിട്ടില്ല. ഏതായാലും ഇവിടെയൊക്കെ അത്യാവശ്യം വീതി ഉണ്ട് കേട്ടോ. ഒരു 3 വരിപ്പാതിൻ്റെ വീതി ഇവിടെ കാണുന്നുണ്ട്. 24 മീറ്ററാണ് നമ്മുടെ റോഡിൻ്റെ വീതി വരുന്നത്. അതിൽ ഡ്രെയിനേജ് ഡിവൈഡറൊക്കെ കഴിച്ചിട്ട് ബാക്കി എത്ര ഉണ്ടാവും? ഒരു 9 മീറ്റർ ഉണ്ടാവും അല്ലേ? 9 മീറ്റർ റോഡുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം വീതിയുണ്ട്. ഒരു ചെറിയ കാർ, ഒരു കാറുകൾക്കൊക്കെ നിർത്തിയിട്ടാലും 2 വരിപ്പാത ബാലൻസ് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഇതുപോലെ വീതി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മുന്നോട്ട് അങ്ങനെ പോയി നോക്കാട്ടോ. ഇക്ര ഹോസ്പിറ്റലിൻ്റെ മുൻവശം ഫുള്ള് അതുപോലെ തന്നെ ടാറിങ്ങുകളൊക്കെ കഴിഞ്ഞു. അവിടെയൊക്കെ ഇക്ര ഹോസ്പിറ്റലിലേക്കുള്ള ഒഴിവുകളൊക്കെ ഇട്ടു ഡിവൈഡറിൻ്റെ ഭാഗത്ത്. അത് കഴിഞ്ഞങ്ങനെ ഡിവൈഡർ അങ്ങനെ പോകാട്ടോ. പിന്നെ ഇതെപ്പോഴും ഇങ്ങനെ ഒഴിവുണ്ടാവില്ല കേട്ടോ. പഴയതുപോലെ എല്ലാ ഭാഗത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ച് കിടക്കാമെന്ന് വിചാരിച്ചാൽ കഴിയില്ല. ഇവിടേക്ക് വന്നപ്പോൾ നമ്മുടെ ഇക്രൻ്റെ മതിൽ കണ്ടകള് നല്ല ആകണ്ടല്ലേ. ഓരോ ബോക്സുകൾ അട്ടി വെച്ചിട്ടുള്ള അതിലൊക്കെ ചെടികൾ വെച്ചു, നല്ല ആഹാരമുണ്ടത്. ഏതായാലും വെറൈറ്റി മതിൽ. സിവിൽ സ്റ്റേഷൻ്റെ മുമ്പിലേക്കായിട്ട് അതുപോലെ തന്നെ കറക്റ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് എൻട്രൻസ് ഭാഗത്തേക്കുള്ള ആ ഡ്രെയിനേജിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടില്ല കേട്ടോ. അതൊരു ഊരാക്കുടുക്ക് വർക്കായിരിക്കും അത്. അല്ല, ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളെ കാറുകൾക്കൊക്കെ ഒരു ലൈനിൽ എങ്ങനെ പാർക്ക് ചെയ്താലും 2 വരിപ്പാത ഉഷാറായിട്ട് അങ്ങനെ ഉണ്ടാകും. എന്തായാലും ഇതുപോലുള്ള ഏരിയകളിൽ ഈ പാർക്കിങ് എന്തായാലും ഉണ്ടാവും കേട്ടോ. അത്രയ്ക്കും വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പുകളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കൊന്നും ഫുള്ള് ഷോപ്പുകളിലേക്കൊന്നും പാർക്കുള്ള ഏരിയ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കടകളിലൊക്കെ പോകുന്ന ആളുകളൊക്കെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്ന കാഴ്ച നമ്മൾ എന്തായാലും കാണേണ്ടി വരും. വേറെ നിവൃത്തിയൊന്നും ഉണ്ടാവില്ലല്ലോ, ജനങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങണ്ടല്ലേ. എരിഞ്ഞിപ്പാലം ജംഗ്ഷനിലേക്ക് എത്തുമ്പം നമ്മൾ സിവിലിൽ അവിടെ നിന്ന് ഇതുവരെ വന്ന ആ റോഡ് ഫുള്ള് ടാറിങ് ഒക്കെ കഴിഞ്ഞ സെറ്റപ്പ് കാഴ്ചയായിട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. എരിഞ്ഞിപ്പാലം ഈ ഭാഗത്തും ടാറിങ് അവർ ജോയിൻ ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്ലൈ ഓവറൊക്കെ ക്യാൻസലാക്കിയോ എന്താ അറിയില്ല. ഏതായാലും ഇവിടെയൊക്കെ ആ ടാറിങ് ഒക്കെ ജോയിൻ ചെയ്ത് സെറ്റപ്പാക്കി ജംഗ്ഷനൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി 4 വരി ആകുന്നതോട് കൂടിയിട്ട് തിരക്ക് കുറയോ. ഇവിടെ ഫ്ലൈ ഓവർ നിർമ്മിക്കാറുണ്ട്, ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. ഏതായാലും ഫ്ലൈ ഓവർ ഒഴിവാക്കൊന്നുമില്ല. അപ്പോൾ താൽക്കാലികമായിട്ട് റോഡൊക്കെ ഒന്ന് ടാർ ചെയ്ത് സെറ്റപ്പാക്കി വെച്ചായിരിക്കും. ഇവിടുത്തെ ജംഗ്ഷനിൽ ഒരു സിഗ്നലിൽ ബ്ലോക്ക് കുടുങ്ങിയാൽ ഒരുപാട് വരി അങ്ങോട്ട് നീളും കേട്ടോ. തൊണ്ടയാടുള്ള പ്രശ്നം അതൊക്കെ തന്നെ കേട്ടോ. ഈസ്റ്റ് നടക്കാ ഭാഗത്ത് ഇവിടെയൊക്കെ ഡബിൾ ടാറിങ് കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഈ റോഡിൻ്റെ റഫ് കണ്ടിട്ട് ഫൈനൽ ടാറിങ് കഴിഞ്ഞോ എന്ന് സംശയം. ഡ്രെയിനേജിൻ്റെ സ്ലാബുകളൊക്കെ ഇവിടെ ഇടാനുണ്ട്. കടകൾക്കുള്ള മുമ്പിലേക്കുള്ള അതൊക്കെ ചെയ്യാനുണ്ട്. ഇവിടെയൊക്കെ സൈഡ് ഡ്രെയിനേജ് വർക്കുകളൊക്കെ മൊത്തം ചെയ്യാനുണ്ട് കേട്ടോ. നടക്കാവ് പള്ളിയുടെ ഭാഗത്തൊക്കെ ടാറിങ് ആ സൈഡ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതാ 1 വേ ആയിട്ട് വാഹനങ്ങളൊക്കെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ അവിടെ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഇപ്പുറത്ത് കൂടി പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കാണ് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ വീഡിയോ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ KSRTC ടൗൺ കാഴ്ചകൾ കാണുന്ന വാഹനം വരുന്നത് കേട്ടോ.
ബസ് കാണാൻ വേണ്ടിയിട്ടൊന്ന് KSRTC സ്റ്റാൻഡിലൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് ഏതായാലും ഇപ്പം ഇതിലെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. അത് പോകണണ്ട. 100 രൂപ താഴത്തെ ടിക്കറ്റ്, മുകളിലെ ടിക്കറ്റ് 200 രൂപ. ടൗണുകളൊക്കെ ഒന്ന് ചുറ്റി എങ്ങനെ കാണാൻ, കാര്യമായിട്ട് കാണാൻ ബ്ലോക്ക് കാണാമെന്നുള്ളൂ കേട്ടോ. പിന്നെ പുറമെന്ന് വരുന്ന ആളുകൾക്ക് ഓക്കെ, നമ്മുടെ കോഴിക്കോട് ടൗണിലുള്ള ആളുകൾക്ക് അത് വലിയൊരു കാഴ്ച ആയിരിക്കില്ല, തിരക്കുള്ള റോഡ് കൂടി അങ്ങനെ പോലെ. പക്ഷെ പുറമെന്ന് കോഴിക്കോട് സിറ്റി കാണാൻ വരുന്ന ആളുകൾക്ക് അത് നല്ലൊരു ഓപ്ഷനാട്ടോ ഈ ബസ്. ഇപ്പം ഞാനെത്തി നമ്മുടെ മനോരമ പ്രസിൻ്റെ തൊട്ടടുത്ത് ആ ജംഗ്ഷനിലാട്ടോ, മനോരമ ജംഗ്ഷൻ. ഇവിടെയൊക്കെ ഫുള്ള് 4 വരിപ്പാതൻ്റെ ഇതൊക്കെ വീതിയൊക്കെ റെഡിയാക്കി ഫുള്ള് ടാറിങ്ങുകളൊക്കെ കഴിഞ്ഞതാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾക്ക് ഉഷാറായിട്ട് അങ്ങനെ പോകട്ടോ. ഇതാണ് കളി നമ്മുടെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് കേരളത്തിലെ നിൽക്കണ നിപ്പ് കണ്ട വർക്ക് ഫൈനൽ ഘട്ടത്തിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ഞാൻ വേറെ ചെയ്യട്ടോ. അപ്പം ഇവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്ക് ഫുള്ളായിട്ട് സ്ലാബ് ഇടാനൊക്കെ ഉണ്ട് കാര്യമായിട്ടുള്ള. ഡ്രെയിനേജിലൂടെ വെള്ളങ്ങളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഏതായാലും ഞാൻ കാര്യമായിട്ട് വന്ന് നോക്കിയത് നമ്മുടെ 2 വേ ഓപ്പൺ ആയിരിക്കുന്നത്, അതായത് മാനാഞ്ചിറ ഭാഗത്തു നിന്ന് മലാപ്പറമ്പിലേക്ക് ഈ റോഡിലൂടെ പോകാൻ തുടങ്ങിയില്ല കേട്ടോ. അത് ആയിട്ടില്ല, അത് ഫുള്ള് ഫൈനൽ വർക്ക് കഴിഞ്ഞിട്ടേ ആവുള്ളൂ എന്ന് തോന്നുന്നു. അതൊക്കെ ഇപ്പം ആളുകൾക്ക് അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അങ്ങനെ പോയാൽ തന്നെ വലിയ ബ്ലോക്ക്, അപ്പുറത്തു കൂടി ഇപ്പുറത്തു കൂടിയൊക്കെ വാഹനങ്ങൾ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 2 വേ എന്തായാലും ഓപ്പൺ ആയിട്ടില്ല. മാനാഞ്ചിറ മലാപ്പറമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനാഞ്ചിറയിൽ നിന്ന് മലാപ്പറമ്പിലേക്ക് 2 വേ അപ്പുറത്തെ റോഡിൽ കൂടി പോകാൻ നമ്മുടെ കണ്ണൂർ റോഡിലെ തിരക്ക് കുറയും. അത് ഏതായാലും ഫുൾ വർക്ക് കഴിഞ്ഞിട്ടേ ആവുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷൻ്റെ ആ ഭാഗത്തേക്ക് വരുമ്പം അവിടെ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജംഗ്ഷനിൽ അതുവരെയുള്ള ടാറിങ്ങൊക്കെ കഴിഞ്ഞ് ജംഗ്ഷനിലുള്ള പഴയ ആ ഒരു ഇതൊക്കെ പൊളിച്ച് മാറ്റാണ്ട് 2 ഭാഗത്തു കൂടി വാഹനങ്ങൾ ഇങ്ങനെ പോകുന്ന കാഴ്ച നമുക്ക് കാണാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇവർ കുമ്മായി മിക്സ് ആക്കണ കാഴ്ച ഉണ്ടെങ്കിൽ അടിപൊളി. ചെറിയ ഡ്രം എടുത്തിട്ട് അതിലേക്ക് സിമൻറ്റ് മണലിട്ടിട്ട് അതിട്ട് ഷവലിട്ടിട്ട് ലൂസാക്കുന്ന കാഴ്ച, നമ്മൾ സ്ട്രോങ് ഒക്കെ മിക്സ് ആക്കണത് പോലെ. ഏതായാലും കുമാരം ഇതിൻ്റെ നിലത്തുനിന്ന് ഇങ്ങനെ കുഴച്ചെടുക്കേണ്ട ആ ഒരു ഇതില്ലല്ലോ. റോഡ് സൈഡിൽ നിന്ന് ആ ചെറിയ ഡ്രം, ഹാഫ് ഡ്രമ്മിൽ കുറച്ചുകൂടി ചെറുതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ കൈകാര്യം ചെയ്യാം. അതിന് വേണ്ടി ഹാഫ് ഡ്രമ്മുകളൊക്കെ അവിടെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. അടുത്ത വെള്ളം ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഡിവൈഡർ വാർക്കാനുള്ള പരിപാടിയാണ്. ഈ ഭാഗം കുറച്ച് പൊങ്ങിയിട്ടാണല്ലോ, ഒരു 4 ഇഞ്ച് പൊങ്ങിയിട്ടാണ്. ഡിവൈഡർ ഇങ്ങനെ പുല്ലിൻ്റെ ഭാഗം മണ്ണ് ചെരിഞ്ഞ് കിടക്കുന്ന ഒരു ഏരിയ. ബസ് ബേ ആണ് കാണുന്നത്. ഇനി നമുക്ക് ടൗണ് അവിടെ കപ്പൽ ജംഗ്ഷൻ്റെ അങ്ങോട്ടേക്ക് എന്തായി നോക്കാം. കുറച്ചുകൂടി അങ്ങോട്ട് പോകാണ്ട്. ഈ ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കില്ല, സ്ലാബ് ഇടാനേ ഉള്ളൂ. ബാക്കിയുള്ള വർക്കുകളൊക്കെ ഏകദേശം ഇതൊക്കെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ടാറിങ് കുറഞ്ഞ ഭാഗം കൂടിയിട്ടാണ്. മാനാഞ്ചിറ ജംഗ്ഷനിലേക്ക് എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പോയി നോക്കാം. അപ്പം നമ്മളിങ്ങനെ മാനാഞ്ചിറ ഭാഗത്തേക്ക് വീഡിയോ എടുക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു കാറ് ഡ്രെയിനേജിൻ്റെ സ്ലാബ് വാർക്കാത്തതുകൊണ്ട് ആ ഒരു ലേഡി ഡ്രൈവറായിരുന്നു, അവരത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ്. നമ്മുടെ കോഴിക്കോടല്ലേ, അതുകൊണ്ട് തന്നെ അതിനൊന്നൊരു പഞ്ഞുണ്ടാവില്ല. സിമ്പിളായിട്ട് അവരതാ പൊക്കി കൊടുത്തു. ഇത്രേ പണിയുള്ളൂ. എല്ലാവരും കൂടി ഒരു ഭാഗം അതിലേക്ക് അങ്ങോട്ട് വീട്ടുള്ളൂ കേട്ടോ. ഒരു കുഴപ്പം സംഭവിക്കാതെ. സംഭവം ശരിയാണ്, മുന്നിലേതോ വാഹനം ഉണ്ടാവും, അതിലങ്ങോട്ട് പെട്ടെന്ന് തിരിച്ച് സൈഡാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഡ്രെയിനേജിൽ അങ്ങോട്ട് ചാടിയതായിരിക്കും. ഇതിപ്പോൾ ഒരുപാട് ഏരിയ അങ്ങനെ ഉണ്ട്. അപ്പോൾ ആളുകൾ ശ്രദ്ധിക്കണം, നടന്നു പോകുന്നവരൊക്കെ ശ്രദ്ധിക്കണത്. അങ്ങനെ നമ്മുടെ മാവൂർ റോഡ് കപ്പൽ ബിൽഡിംഗ് ജംഗ്ഷൻ ഇവിടെ 2 ഭാഗത്തും അവിടെയൊക്കെ ടാറിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കപ്പൽ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ സ്ലാബൊക്കെ വാർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കപ്പൽ ബിൽഡിംഗ് ഡിസൈൻ. അങ്ങനെ അല്ലേ, ബീച്ചിലേക്ക് പോണ ജംഗ്ഷൻ്റെ അവിടെയും
4 വരിപ്പാതൻ്റെ ടാറിങ് അപ്പുറം ഇവിടെയൊക്കെ നല്ല മാറ്റം സംഭവിച്ചു കേട്ടോ. വാവ്, നല്ല വീതി കൂടി. ഇവിടെ തൊട്ട അടുപ്പിച്ചിട്ടുള്ള കടകളും ഇടുങ്ങിയ റോഡുകളൊക്കെ കൂടി ഇപ്പം 4 വരി നല്ല വീതിയിലുള്ള റോഡായിട്ട് മാറിയിട്ടുണ്ട്. ഡിവൈഡറിൻ്റെ വർക്ക് ഇനി ഇവിടെ ഉള്ളൂ കേട്ടോ. 2 ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഡിവൈഡർ ഉണ്ടാവില്ല. നോക്കാം, നമുക്ക് അവിടെ കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം. ഈ ജംഗ്ഷനിലായിരിക്കും കേട്ടോ. ഈ ജംഗ്ഷനിൽ അതുവരെ ആയിരിക്കും 4 വരിപ്പാതൻ്റെ അളവ് വരുന്നത്. യെസ്, നമ്മുടെ ബീച്ചിലേക്ക് പോകുന്ന ജംഗ്ഷൻ വരെ കേട്ടോ നമ്മുടെ ഡിവൈഡറും ആ പൂച്ചെടികളൊക്കെ ഉണ്ടാകുക. അവിടെ നിന്ന് അങ്ങോട്ട് ഡിവൈഡർ കാര്യങ്ങളൊന്നുമില്ല. മാനാഞ്ചിറ വിചാരിച്ചത് ആ ജംഗ്ഷൻ വരെ ഉണ്ടാകുന്ന വിചാരിച്ചത്, പക്ഷേ ഇതുവരെ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ടാറിങ്, ലെവൽ ടാറിങ് ഒക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ അതുവരെ ഉള്ളൂ ഉണ്ടാകുക. ഏതായാലും ഇവിടെയൊക്കെ ഫുള്ള് ടാറിങ് ഒക്കെ കഴിഞ്ഞു. ടാറിങ് ഏതായാലും ഫുള്ള് ടാറിങ് ഒക്കെ ചെയ്തതിന് ശേഷം ഉദ്ഘാടനം ചെയ്തായിരിക്കും കേട്ടോ. ഏതായാലും വാഹനങ്ങൾ ദൂരെയായിട്ട് പോകാനും തുടങ്ങിയിട്ടില്ല. അതൊക്കെ ഇനി ഭാവിയിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഫുൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം പോവുമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാനാഞ്ചിറയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ആ ഭാഗത്ത് കൂടി കണ്ണൂർ റോഡിലേക്ക് കയറുന്നത് ഇനി ഇവർ ഇതിലെ തന്നെ തിരിഞ്ഞിട്ട് ഇതിലേ കയറുന്ന വിധത്തിലാവും. അപ്പോൾ ഇവിടെയൊക്കെ ഈ ജംഗ്ഷനിലൊക്കെ നല്ല ബ്ലോക്ക് ആവില്ലേ. പിന്നെ വേറെ ഇതിലേക്ക് കയറും. വേറെ ഇതിലേക്ക് കയറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം നമ്മുടെ YMCA ആ ഭാഗത്തു നിന്ന് കയറാം. എന്തായാലും നമുക്ക് കാണാം. ഇതിലേക്ക് എവിടെ വന്ന് കയറിയാലും നല്ല ബ്ലോക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ കേട്ടോ നമ്മുടെ മലാപ്പറമ്പ് മാനാഞ്ചിറ റോഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.